നിസ്സാരാക്കും. ഇക്കൊന്നും തന്നിട്ടില്ല. നേരെ മറിച്ച് താഴെക്കടയിലുള്ളവരിലേക്ക് നോക്കുമ്പോൾ പടച്ചോനെ അവൻ ഇത്രയും പ്രയാസപ്പെടുമ്പോൾ എനിക്ക് നാഥ ഇത് നീ നൽകിയല്ലോ എന്നൊരു ചിന്ത അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് താഴ്ഭാഗത്തേക്ക് നോക്കുക, മുകളിലേക്ക് നിങ്ങൾ നോക്കണ്ട. എത്ര ലളിതമായി പഠിപ്പിച്ച വിഷയങ്ങളാണ്. പക്ഷെ മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദി കെട്ടവനായി പോയി. പരിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്ത് ബഖറയിൽ അള്ളാഹു നൽകുന്ന ഒരു ഓട്ടോഗ്രാഫ് ഉണ്ട്. വദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ. വദ്കുറൂനി അദ്കുറുക്കും, എന്നെ നിങ്ങൾ ഓർക്കുന്ന പക്ഷം ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂ ലീ വലാ തക്ഫുറൂൻ, എനിക്ക് നന്ദി ചെയ്യണേ, ഒരിക്കലും നിങ്ങൾ നന്ദികേട് കാണിച്ചു പോകരുതേ. അള്ളാഹുവിന്റെ വാക്കല്ലേ. ഞാൻ ഓട്ടോഗ്രാഫ് എന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം സാധാരണ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ വിട്ടു പോകുമ്പോൾ എഴുതി കൊടുക്കും, നീ എന്നെ ഓർത്തിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ ഓർക്കാം. അതാ വാക്കും ഒതുങ്ങി. പക്ഷെ അള്ളാഹ് പറഞ്ഞത് അങ്ങനെയല്ല. നിങ്ങൾ എന്നെ ഓർക്കുന്ന പക്ഷം, നിങ്ങൾ എന്നെ ഓർക്കുന്ന പക്ഷം ഞാൻ നിങ്ങളെയും ഓർക്കാം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചു എന്ന് വിചാരിച്ച് അള്ളാഹ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവന് തന്നെ നഷ്ടം. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിപ്പിച്ച 31-ാമത്തെയും സൂറത്തുൽ ലുഖ്മാനിൽ കാണാം, വമയ്യഷ്കുർ, അല്ലാഹു തആല പറയുകയാണ്, വമയ്യഷ്കുർ, ആരെങ്കിലും നന്ദി ചെയ്യുന്നുണ്ടോ, ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, അവന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ടാ അവൻ നന്ദി ചെയ്യുന്നത്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നന്ദി ചെയ്യുന്നുണ്ടോ, അവന്റെ സ്വന്തം ശരീരത്തിന് അവൻ നന്ദി ചെയ്തത്. എന്നാൽ വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചു പോയാൽ, ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നുണ്ടോ, അല്ലാഹുവിനൊന്നുമില്ല കേട്ടോ. അല്ലാഹു ഐശ്വര്യവാന, നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട തമ്പുരാന്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളിൽ മലിക്കുൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. ആകാശഭൂമികളിലുള്ളത് മുഴുവനും തന്നെ ആ ജഗനിയന്താവായ തമ്പുരാന് വേണ്ടി പ്രണമിച്ചു കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട തമ്പുരാന് നിങ്ങൾ നന്ദി ചെയ്യുന്നുണ്ടോ, അത് നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി തന്നെയാണ്. എന്നാൽ ആരെങ്കിലും നന്ദികേട് കാണിച്ചോ, അല്ലാഹുവിന് ഒന്നും തന്നെയില്ല. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചില്ലേ, മനുഷ്യ നീ നന്ദി കെട്ടവൻ തന്നെയാണെന്ന് അല്ലാഹുവിന്റെ വാക്കുകളിലൂടെ അല്ലാഹു പറയുമ്പോ, നമ്മളൊക്കെ നിത്യേന പാരായണം ചെയ്യുന്ന ഖുർആനിലത്തെയും, പക്ഷെ നമ്മളിത് പാരായണം ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. അതാണ് മനുഷ്യനെ പറ്റിയ ഏറ്റവും അബദ്ധം. പണ്ടൊരു മുസ്ലിയാര് വാല് പറഞ്ഞ കഥ നമ്മൾ കേട്ടല്ലോ. പരലോകത്തെ കുറിച്ചിട്ട് ഇങ്ങനെ തീപ്പാറുന്ന പ്രസംഗം കാഴ്ച വെച്ചിട്ട് ഇങ്ങനെ നീട്ടിക്കുറിച്ച് പറഞ്ഞപ്പോ ആൾക്കാരൊക്കെ ഇരുന്നിങ്ങനെ ചിരിക്കാൻ തുടങ്ങി. അല്ലേ, ഇദ്ദേഹം ഇങ്ങനെ സങ്കടത്തോടുകൂടെ പരലോകം പറയുമ്പോൾ ആളുകൾ ഇത് കേട്ട് ചിരിക്കാം. അപ്പൊ ഇദ്ദേഹത്തിന് എന്നെ മനസ്സിൽ വല്ലാത്തൊരു ഫീൽ ചെയ്തു. പെട്ടെന്നാണ് സദസ്സിൽ ഒരു നല്ല പ്രായം ചെന്ന ഒരു വല്യമ്മ മാത്രം ഇങ്ങനെ കരയുന്ന രംഗം കണ്ടപ്പോൾ അവർക്ക് സമാധാനമാവും. ഒരാളെങ്കിലും പ്രസംഗം കേട്ട് കരയുന്നുണ്ടല്ലോ. and ഇദ്ദേഹം ഒന്നുകൂടെ നന്നാക്കി പറഞ്ഞേ, അല്ലല്ലാ നാളെ നമ്മുടെ മരിച്ചാലെ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പറയാൻ തുടങ്ങിയപ്പോൾ വല്യമ്മയുടെ കരച്ചിൽ അങ്ങോട്ട് കൂടി. കരച്ചിൽ വല്ലാണ്ട് അങ്ങോട്ട് കൂടിയപ്പോൾ മൊയിലേര് പ്രസംഗമൊക്കെ കഴിഞ്ഞ് വല്യമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, വല്യമ്മ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മാത്രം ഇങ്ങനെ വല്ലാതെ കരഞ്ഞിരുന്നു. അപ്പോൾ വല്യമ്മക്ക് സങ്കടം എടുക്കാൻ കഴിയണില്ല. നല്ല ഈമാനുള്ള മൊയിലേരാണ്, നല്ല താടിയൊക്കെ ഉണ്ട്, സങ്കടം അങ്ങോട്ട് എടുക്കാൻ കഴിയണില്ല. അവസാനം വല്യമ്മ വിക്കിട്ട് പറഞ്ഞ, മോനെ എൻ്റെ താടി കാണുമ്പോൾ എൻ്റെ മരിച്ചു പോയ കൊറ്റനാടിനെ ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ കരയാനുള്ള കാരണം. ഈ സാധു വിചാരിച്ച് എൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് ഈ അവസ്ഥ എന്ന് മുസ്ലിം കൗമിൻ്റെ അല്ലേ. എന്താ പറഞ്ഞ നമ്മൾ വേറെ വല്ലതും കണ്ടുകൊണ്ടായിരിക്കാം. അല്ല, നമ്മുടെ ഒരു അവസ്ഥ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഞാൻ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ഹറമിലെ ഇമാംമാരുടെ ഒത്തു കേട്ട് അവരെങ്ങാനും നിസ്കരിക്കും പോകുന്നതിന്റെ കരയാണ് കണ്ടാൽ നമ്മൾ പറയാവും കരയാനുള്ള ഭാഗം തന്നെയാണ് കേട്ടോ. നമ്മൾ ഓദ്യം നമ്മൾ കരയില്ല, നമുക്കതിന്റെ അർത്ഥം അറിയില്ല. ഖുർആൻ പറഞ്ഞ പോലെ മസലുല്ലദീനഹും ബിൽതൗറാത്ത അല്ലേ, 62-ാം അധ്യായത്തിൽ 5-ാമത്തെ ആയത്ത്. മുസ്ലിം സമൂഹം അങ്ങനെ മാറിപ്പോയി. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഖുർആൻ അവഗണിച്ചു എന്ന് റസൂൽ പരാതി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയില്ലേ. 25-ാം അധ്യായത്തിന്റെ 30-ാമത്തെ ആയത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഖുർആൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ വലിയൊരു ഗുണപാഠണ്ടതില്ലേ. അള്ളാഹുവിനോട് മനുഷ്യൻ നന്ദി കെട്ടവനാണെന്ന് അള്ളാഹു പറഞ്ഞത് അവിടെ ആ സൂറത്ത് ആദ്യം നമ്മൾ നിത്യേന പാരായണം ചെയ്യുന്ന സൂറത്താണ്. അതിൽ അള്ളാഹു 5 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞ വിഷയമാണ് അല്ലേ.
ശത്രുസേനയുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്നവയും തന്നെയാണ് സത്യം. നമുക്ക് എന്തേ മനസ്സിലായി? കുറെ സത്യം എന്ന് കേട്ടുന്നല്ല, അതൊന്നും നമ്മൾ മനസ്സിലാക്കിയില്ല. അള്ളാഹു സത്യം ചെയ്യുന്നത് ഒരു കുതിരയെ സംബന്ധിച്ച, ഈ കുതിര കിതച്ചുകൊണ്ട് വേഗത്തിലൂടെ ഓടുകയാണ്. ഓടുന്നതിന്റെ ഫലമായി അവയുടെ കുളമ്പുകളെങ്ങാനും പാറകളിൽ ഒരു സംഭവം തീപ്പൊരികൾ ഇങ്ങനെ പാറുന്നുണ്ട്. മറ്റുള്ള മണൽ പ്രദേശങ്ങളിലൂടെ ഓടുമ്പോ അവയുടെ കുളമ്പുകളുടെ ചാഞ്ചല്യങ്ങൾക്കനുസൃതമായി അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഇങ്ങനെ പാറുന്നുണ്ട്. മനുഷ്യനെല്ലാം മടി പിടിക്കുന്ന പ്രഭാത സമയത്ത് യാതൊരു മടിയും കൂടാതെ ഈ കുതിര കിതച്ചുകൊണ്ട് വേഗത്തിലൂടെ ഓടുകയാ. ശത്രുസേനയുടെ മധ്യത്തിലേക്ക് കുതിര എടുത്തു ചാടുന്നുണ്ട്. സ്വാഭാവികമായും ഒന്ന് ചിന്തിച്ച് നോക്കി, ആർക്ക് വേണ്ടിയിട്ടായി കുതിര ഇത്രമാത്രം അധ്വാനിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? ആ കുതിരയുടെ മനുഷ്യനാകുന്ന യജമാനന് വേണ്ടി. ആ കുതിരയുടെ മനുഷ്യനാകുന്ന യജമാനന് വേണ്ടി ഈ കുതിര ഇത്രമാത്രം അധ്വാനിക്കുമ്പോ എന്തേ ആ യജമാനന് ആ കുതിരക്ക് കൊടുക്കുന്നത്? കുറച്ച് പുല്ല് പറിച്ചു കൊടുക്കും, കുറച്ച് വെള്ളം കൊടുക്കും. അതിന് നന്ദി എന്നോണം ഈ കുതിര ഇത്രമാത്രം അധ്വാനിക്കുമ്പോ അതിന് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ എന്ന് വെച്ചാൽ ലിറബ്ബിഹി ലകനൂദ്, തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണെന്ന് പറഞ്ഞില്ല, മറിച്ചോ അവൻ നന്ദി കെട്ടവൻ തന്നെയാണ് എന്ന് അല്ലാഹു പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ട, നമ്മൾ നന്ദി ചെയ്യുന്നുണ്ടോ? ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങൾക്ക് പിന്നാലെ മനുഷ്യൻ കുതിച്ചു പായുമ്പോ ചിട്ടാവായ തമ്പുരാനെ മറക്കുകയില്ലേ? അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അവനെ മറന്നു പോകുമ്പോ ഉണ്ടോ? നമ്മുടെ ജീവിതത്തിലുണ്ടോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന്? സൂറത്ത് ഫജ്റിലൂടെ അല്ലാഹു കൃത്യമായി തന്നെ പഠിപ്പിച്ചില്ലേ? ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. അല്ലാഹു എങ്ങാനും മനുഷ്യനെ മാനിക്കുകയാണെങ്കിൽ, അവനെ മാനിച്ചുകൊണ്ട് അവന് അനുഗ്രഹങ്ങൾ നൽകിയാൽ, അപ്പോൾ മനുഷ്യൻ പറയും എന്റെ രക്ഷിതാവെന്നെ മാനിച്ചിരിക്കുന്നു എന്ന്. ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖുഹു ഫയഖൂലു റബ്ബി അഹാനൻ. എന്നാൽ അവന്റെ മേൽ ഭക്ഷണം ഇടുക്കമാക്കിക്കൊണ്ടെങ്ങാനും അല്ലാഹു മനുഷ്യനെ പരീക്ഷിക്കുമ്പോ അവൻ പറയുന്നു എന്റെ രക്ഷിതാവെന്നെ നിന്ദിച്ചു പോയി എന്ന് മനുഷ്യൻ പറയുകയാ. കാരണം എന്തേ? അവൻ ദുനിയാവെന്താണെന്ന് മനസ്സിലാക്കിയില്ല. വെറും ആഡംബരമായ ജീവിതം മാത്രമാണ് ദുനിയാവിൽ ലഭിക്കുന്ന സന്തോഷമെന്ന് മനുഷ്യൻ കരുതിയത് കൊണ്ടല്ലേ ഞാൻ ആമുഖം നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചില്ലേ എന്താണ് ഭൗതിക ലോകത്തിന്റെ ജീവിതമെന്ന്? യഅലമൂ, നിങ്ങൾ അറിഞ്ഞുകൊള്ളണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹും വസീനാ. ഭൗതിക ലോക ജീവിതം എന്നുള്ളത് അത് കളിയും വിനോദവും ആഡംബരവുമല്ലാതെ മറ്റൊന്നുമല്ല. അത് കളിയും വിനോദവും ആഡംബരവുമല്ലാതെ മറ്റൊന്നുമല്ല. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ പെരുമ നടിക്കല. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും നിങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ആധിക്യം നടിക്കലാണ് ഭൗതിക ലോക ജീവിതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ ഇത് സത്യമല്ലേ സഹോദരന്മാരെ? നമ്മുടെ ജീവിതം എന്താ? അത് കളിയും വിനോദവും ആഡംബരവുമായി മാറിയപ്പോ ഇവിടെ തൊട്ടു മുമ്പ് നടന്ന സംസാരത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചു, വേൾഡ് കപ്പിന്റെ ആരവങ്ങൾ യുവതലമുറകളുടെ മനസ്സുകളിൽ വന്ന് കുടികേറിയപ്പോ തങ്ങൾ അധ്വാനിച്ച പോക്കറ്റിലെ പണമെടുത്തുകൊണ്ട് തെരുവോരങ്ങളിലൂടെ ഫ്ലക്സുകൾ വെച്ചുകൊണ്ട് മത്സരിച്ചുകൊണ്ട് കലാസാഹിത്യങ്ങൾ പോലും അതിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി അർദ്ധരാത്രികളിൽ പോലും ഉറക്കമൊടിച്ചുകൊണ്ട് നടക്കുമ്പോ അന്ന് സുബഹിക്ക് പള്ളിമിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കത്തേക്കാൾ ഉത്തമം നമസ്കാരമാണെന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കുലി കേൾക്കുമ്പോ അത് കേൾക്കുന്നില്ല. സുഖനിദ്രയിലാണവൻ. അവ്വല് സുബഹി 8 മണിക്കാണവൻ എണീക്കുന്നത്. അല്ലെ? അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറി. ഇത് കളി വിനോദം ആഡംബരമായിട്ട് ഇനിയിപ്പോ വേൾഡ് കപ്പ് തുടങ്ങാൻ അവസരം ഉണ്ടാവില്ല.
ആലോചിച്ച് നോക്കണം. ഒരു അള്ളാഹുടെ മാർഗത്തെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി 10 രൂപ സംഭാവന